തന്നെയാണ്. ബഹുമാനപ്പെട്ട അരുൺ സാർ, താങ്കളോട് വടക്കഞ്ചേരി ഡിപ്പോയെ കുറിച്ചാണ് പറയാനുള്ളത്. പാലക്കാട് ജില്ലയിൽ ദീർഘദൂര സർവീസുകൾ ഒരുപാട് കയറിയിറങ്ങുന്ന ഡീസൽ അടിക്കുവാനായിട്ട് കയറിയിറങ്ങുന്ന ഒരു ഡിപ്പോയാണ് വടക്കഞ്ചേരി. പാലക്കാട് ഡിപ്പോയില് ഡീസൽ പമ്പ് ക്ലോസ് ചെയ്തതിനു ശേഷം ഈ വടക്കഞ്ചേരി ഡിപ്പോയില് ബസ്സുകൾ കയറിയിറങ്ങാൻ ഇവയിൽ നിന്നുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ. ബസ്സുകൾ ആ ഡിപ്പോയിൽ കയറുമ്പോൾ അവിടെ വളരെ മോശമായ അവിടുത്തെ അവസ്ഥകൾ, അതായത് വാഹനങ്ങൾ അടിത്തട്ടുന്നു, പൊളിയുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, യാത്രക്കാർക്ക് വേണ്ട രീതിയിലുള്ള ഫെസിലിറ്റീസ് അവിടെയില്ല. ദീർഘദൂര സർവീസുകൾ അവിടെ കയറി ഇറങ്ങുമ്പോഴുള്ള യാത്രക്കാരുടെ ബുദ്ധിമുട്ട്, അവരുടെ സമയനഷ്ടങ്ങൾ എല്ലാം വലിയ പ്രശ്നമാണ്. പാലക്കാട് പമ്പ് പണികളെ കുറിച്ചൊന്നും കാര്യമായി നടക്കുന്നില്ല. പാലക്കാട് പമ്പ് അടച്ചതിനു ശേഷം വടക്കാഞ്ചേരിയിലേക്ക് ബസ് കൂടുതൽ വന്നിട്ടും വേണ്ടത്ര സംവിധാനം അവിടെ ഒരുക്കിയിട്ടില്ല അല്ലേ? വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ അവിടെ കയറി ഇറങ്ങുന്ന മൾട്ടി ആക്സിൽ പോലുള്ള ദീർഘദൂര സർവീസുകൾ കയറി ഇറങ്ങുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ വളരെ കഷ്ടമാണ്. തീർച്ചയായിട്ടും ബിജു, നമുക്കത് ശ്രദ്ധയിൽപ്പെടുത്താം. ഞങ്ങളുടെ പ്രതിനിധികൾ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നുണ്ട് അല്പസമയത്തിനകം. രാത്രി സമയങ്ങളിൽ അവിടെ പാമ്പും പന്നിയും ഇതിന്റെയൊക്കെ ശല്യങ്ങൾ ധാരാളമുണ്ട്. ബസ് സ്റ്റാൻഡിലേക്ക് പാമ്പും പന്നിയും ഒക്കെ വരും അല്ലേ? പന്നി തൊട്ട് ചേർന്ന സ്ഥലങ്ങളിൽ നിന്ന് പൊതുസ്ഥലം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവിടെ പന്നികൾ ധാരാളം. അപ്പൊ അതെല്ലാം രാത്രിയിലും ജീവനക്കാർക്കും യാത്രക്കാർക്കും സുരക്ഷിതത്വമില്ല. വളരെ ഭീഷണിയാണ്. പാമ്പുകളുടെ ശല്യം വളരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രേക്ഷകർ ഇത് കേൾക്കൂ. ഇത് ബിജു ചേലക്കര എന്നൊരു പ്രേക്ഷകനാണ് ഇപ്പോൾ പറയുന്നത്. വടക്കാഞ്ചേരിയിലും പാമ്പും പന്നിയും KSRTC സ്റ്റാൻഡിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ യാത്രാ ദുരിതം മാത്രമല്ല കേട്ടോ, കെടുകാര്യസ്ഥതയും അനാസ്ഥയും മാത്രമല്ല, അഴിമതിയും ക്രമക്കേടുമുണ്ട് KSRTCയുടെ പല പർച്ചേസിംഗുകളിലും. KSRTC ETM മെഷീൻ വാങ്ങിയതിൽ വ്യാപക ക്രമക്കേടെന്നൊരു ആരോപണം വരുന്നുണ്ട്. കോടികൾ മുടക്കി വാങ്ങിയ മെഷീൻ 2 വർഷം തികയുന്നതിന് മുമ്പേ കേടായി. മെഷീനുകളുടെ തകരാർ പരിഹരിക്കുന്നതിന് പകരം KSRTC പുതിയ മെഷീനുകൾ വാടകയ്ക്കെടുത്തു. 1 വർഷം വാടകയായി നൽകേണ്ടത് 11 കോടിയോളം രൂപ. വാടക നൽകുന്ന തുകയ്ക്ക് പുതിയത് വാങ്ങാത്തതിൽ ദുരൂഹതയെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. റിപ്പോർട്ട്. നവംബറിലാണ് മൈക്രോ എഫക്സ് എന്ന കമ്പനിയുടെ 5500 ETM മെഷീനുകൾ കോടികൾ മുടക്കി KSRTC വാങ്ങിക്കൂട്ടിയത്. GPS സംവിധാനം ഉൾപ്പെടെ ഉണ്ടെന്ന് വിളക്കി പ്രത്യേക കൺട്രോൾ റൂം തുടങ്ങി. അതർ ഡ്യൂട്ടിയിൽ ജീവനക്കാരെ നിയമിച്ചു. എന്നാൽ 2 വർഷം പോലും തികച്ച മൈക്രോ എഫക്സ് കമ്പനിയുടെ മെഷീനുകൾ ഉപയോഗിക്കാനായില്ല. കോടികൾ മുടക്കി വാങ്ങിയ മെഷീനുകൾ കേടായതിനെ കുറിച്ച് അന്വേഷിക്കുവാനോ പ്രശ്നം പരിഹരിക്കുവാനോ തയ്യാറാകാതെ 2023 അത്യാധുനിക സംവിധാനങ്ങളുണ്ടെന്ന പ്രഖ്യാപനം നടത്തി ചലവാക്കുന്ന കമ്പനിയിൽ നിന്നും മെഷീനുകൾ വാടകയ്ക്കെടുക്കുവാൻ KSRTC തീരുമാനിച്ചു. യഥാർത്ഥത്തിൽ 3 കൊല്ലം മുമ്പ് ആൻഡ്രോയിഡ് സംവിധാനം ഈ രാജ്യത്ത് നിലവിലുണ്ട്. അന്ന് ആൻഡ്രോയിഡ് സംവിധാനമുള്ള ETM മെഷീനുകൾ വാങ്ങാതെ എല്ലാം കേടായപ്പോൾ അത് കേടായത് കൊണ്ടാണ് മാറ്റുന്നത് എന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഇപ്പോൾ ആൻഡ്രോയിഡ് സംവിധാനമുള്ള ETMിലേക്ക് മാറുന്നത്. ടിക്കറ്റ് എടുക്കുന്ന ഓരോരുത്തരുടെയും തലയെണ്ണിയാണ് വാടകയും നികുതിയും നൽകുന്നത്. ഈ തീരുമാനത്തിന് പിന്നിൽ വലിയ അഴിമതിയുണ്ടെന്നാണ് ആരോപണം. ഒരു ടിക്കറ്റ് ഒരാൾക്ക് 16 പൈസ പ്ലസ് GST ആണ് ഈടാക്കുന്നത്. ഒരു വർഷം തന്നെ ഏകദേശം 10 കോടി രൂപ ഈ ETM മെഷീൻ സപ്ലൈ ചെയ്യുന്ന കമ്പനിക്ക് ലഭിക്കുകയാണ്. ഈ മെഷീനുകൾ ഒരു 10 വർഷം പ്രവർത്തിക്കുകയാണെങ്കിൽ 100 കോടി അല്ലെങ്കിൽ 111 കോടി രൂപ ഇവർക്ക് കിട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ്. കാർഡ് സ്വൈപ്പിംഗ്, GPS സംവിധാനം ഉൾപ്പെടെ അത്യാധുനിക സൗകര്യങ്ങളുണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാണ് പുതിയ മെഷീനുകൾ വാങ്ങിയത്. അതും നേരിട്ട് വാങ്ങുന്നതിനേക്കാൾ ഇരട്ടി തുക വാടകയായി നൽകി. എന്നാൽ ഇന്നേവരെ KSRTC ബസ്സുകളിൽ ഈ സാങ്കേതിക വിദ്യകൾ ഒന്നും നടപ്പിലാക്കാൻ ഗതാഗത വകുപ്പ് തയ്യാറായിട്ടില്ല. പിന്നെന്തിനാണ് ഈ വാടക നൽകുന്നത്? അഴിമതിയുണ്ടെന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല. വീഡിയോ ജേർണലിസ്റ്റ് വിപിൻ ശങ്കറിനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം. റിനു ശ്രീധർ ചേരുന്നു നമുക്കൊപ്പം. റിനു റിപ്പോർട്ട് ചെയ്തതുപോലെ ഒരു യാത്രക്കാരൻ KSRTC യാത്ര ചെയ്യുമ്പോൾ പലതരം സെസ്സുകൾ കൊടുക്കും.